നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്? എങ്ങനെയാണ് ഒരു റിക്വസിഷൻ പഞ്ചായത്തിലേക്ക് സെൻഡ് ചെയ്യുന്നതെന്നാണ്. റിക്വസിഷൻ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞു, അവിടെ നിന്നും അത് ഓതറൈസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബില്ലും പ്രൊസീഡിങ്സുമാക്കി ട്രഷറിയിലേക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വീണ്ടും കെ സ്മാർട്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ എംപ്ലോയി ലോഗിൻ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് മാറി ഒഫീഷ്യൽ ലോഗിൻ ആയിരിക്കുകയാണ്. ആ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒഫീഷ്യൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. പെൻ നമ്പറും OTPയും എല്ലാം എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹോം പേജിൽ ഇൻബോക്സിൽ എത്തിയിരിക്കുകയാണ്. ആ ഇൻബോക്സിൽ LSTDയിൽ നിന്നും ഓതറൈസ് ചെയ്ത് വന്നിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ അവിടെ കാണാൻ കഴിയും. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള, നമ്മളിപ്പോൾ ബിൽ സെൻഡ് ചെയ്യാൻ പോകുന്ന ഫയൽ അവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ മെഡിസിൻ പർച്ചേസ് എന്ന ആദ്യത്തെ ആ ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ആ പ്രോജക്റ്റിൽ മാപ്പ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാം. വേണമെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നേരെ ഫീച്ചർ മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ഫിനാൻസ് സെലക്ട് ചെയ്യുന്നു. ഫിനാൻസിൽ താഴെ വരുമ്പോൾ ബിൽ ജനറേറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു പേജിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെൻഡ് ബില്ല്, പ്രൊസീഡിങ്സ്, ട്രഷറി ബില്ല്, ഈ 3 ബട്ടണുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്കറിയാം പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കെ സ്മാർട്ടിൽ നിന്ന് തന്നെ എടുക്കാം. എന്നാൽ ബില്ല് നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ബിംസിൽ നിന്നാണ് ഈ ബില്ല് എടുക്കേണ്ടത്. എന്നാൽ LSTDയിൽ തന്നെ നൽകുന്ന ബില്ലുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബില്ലും ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊസീഡിങ്സ് മാത്രം ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ബില്ല് ബിംസിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. പ്രൊസീഡിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തു. പ്രൊസീഡിങ്സിൽ 2 പേജ് ഉണ്ടാകും. ആദ്യത്തെ പേജ് ആ പ്രൊസീഡിങ്സിൻ്റെ പേജും, തൊട്ട് താഴെയായി ബെനിഫിഷ്യറി ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ പ്രൊസീഡിങ്സ്, അതിൻ്റെ ബാക്കിൽ ബെനിഫിഷ്യറി ലിസ്റ്റും നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളങ്ങനെ പ്രൊസീഡിങ്സ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്ത പ്രൊസീഡിങ്സ് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ബില്ലിനെ സെൻഡ് ചെയ്യുകയാണ്. ബിംസിലേക്കാണ് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡു യു വാണ്ട് ടു സെൻഡ് ദ ഫയൽ ടു വെരിഫയർ എന്നാണ് ചോദ്യം. നമ്മളിവിടെ യെസ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബിൽ സെൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനി പോകുന്നത് ബിംസിലേക്കാണ്. ബിംസ് ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. യൂസർ നെയിം എന്ന് പറയുന്നത് LSTDയുടെ DDO കോഡാണ്. അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. LSTDയുടെ DDO കോഡാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യുന്നത് യൂസർ റോളാണ്. യൂസർ റോൾ എന്ന് പറയുന്നത് DDO ആണ്, അതായത് ക്ലർക്ക് ലോഗിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയെല്ലാം നമ്മൾ മുൻപ് ചെയ്തിരുന്ന പോലെ തന്നെ ബിൽസ് ഫ്രം ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യുകയാണ്. ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷനായ സാഖ്യയിൽ നിന്നും വന്നിട്ടുള്ള ബിൽസാണ് നമ്മളവിടെ നോക്കുന്നത്. ഇവിടെ 2 ബില്ലുകൾ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ ചെയ്ത ബില്ലും മറ്റൊന്ന് നേരത്തെ ചെയ്ത ബില്ലുമാണ്. ഇതിലേതെങ്കിലും ഒരു ബില്ല് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുന്നത്. ആർക്കാണ്? DDOയ്ക്കാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. ഇവിടെ പ്രിൻ്റ് PDF, പ്രിൻ്റ് ബെനിഫിഷ്യറി ഒക്കെ ഉണ്ട്. നമ്മളത് ഇപ്പോൾ ചെയ്യുന്നില്ല. സെൻഡ് ഫോർ അപ്രൂവൽ സെലക്ട് ചെയ്യുകയാണ്. ഇനി DDO ആണ് അപ്രൂവ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. OK കൊടുക്കുന്നു. വീണ്ടും ബിംസിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇത്തവണ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് DDO അഡ്മിൻ എന്ന റോളിലാണ്. ഇവിടെ ബിൽ അപ്രൂവൽ സെലക്ട് ചെയ്യുന്നു. അപ്രൂവലിൽ ബിൽ അപ്രൂവലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ബിൽ അപ്രൂവൽ. ഇവിടെ 2 ബില്ലുകൾ വന്ന് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു ബില്ലും അതിന് മുൻപ് ചെയ്തിരുന്ന ഒരു ബില്ലും, അത് രണ്ടും ഉണ്ട്. ഇവിടെ നമ്മൾ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
അപ്രൂവ് ഡീറ്റെയിൽസിൽ നമ്മൾ റിമാർക്സ് കൊടുക്കുന്നു, അപ്രൂവ്ഡ്. അതിനുശേഷം സൈൻ ആൻഡ് അപ്രൂവ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സൈൻ യൂസിങ് DSC ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തു. സാധാരണ പോലെ നമ്മളിവിടെ DSC ടോക്കൺ കണക്ട് ചെയ്തു. കൺഫർമേഷൻ വിൻഡോയിൽ നമ്മൾ ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ കൊടുത്തു. കൺഫേം ചെയ്തു. ഇവിടെ അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു. നമ്മൾ പ്രിൻ്റ് സൈൻഡ് ബിൽ കൊടുക്കുകയാണ്. നമ്മുടെ ബില്ല് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അത് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഈ രീതിയിൽ മറ്റൊരു ബില്ല് കൂടിയുണ്ട്. അതിനെ കൂടി നമുക്ക് അപ്രൂവ് ചെയ്യാം. സൈൻ ആൻഡ് അപ്രൂവൽ കൊടുക്കുന്നു. നേരത്തെ പോലെ തന്നെ ഇനി നമുക്ക് ഈ ബില്ലിനെ സബ്മിറ്റ് ചെയ്യാം. അതിന് ബിൽസിൽ സബ്മിറ്റ് സെലക്ട് ചെയ്യുന്നു. സബ്മിറ്റ്. ഇവിടെ ഇപ്പോൾ ആകെ 3 ബില്ലുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഒരു ബില്ലിൽ ബെനിഫിഷ്യറി ലിസ്റ്റുമുണ്ട്, ബില്ലുമുണ്ട്. അതിൽ ഒന്നിലധികം ബെനിഫിഷ്യറീസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മറ്റുള്ളതിലെല്ലാം ബില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അതിനെല്ലാം ഒരു ബെനിഫിഷ്യറി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒരു ബെനിഫിഷ്യറി മാത്രമുള്ളെങ്കിൽ ആ ബില്ല് മാത്രവും, ഒന്നിലധികം ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ ഒരു ബെനിഫിഷ്യറി ലിസ്റ്റ് കൂടി ഉണ്ടാകും. നമുക്ക് ആദ്യം അതിൽ നിന്നും ഒരു ബില്ല് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ബില്ല് ഡൗൺലോഡ് ചെയ്തിരുന്നില്ല. നമ്മളിവിടെ ആദ്യം കാണുന്ന ഡൗൺലോഡ് സൈൻഡ് ബില്ല് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബില്ല് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ബില്ല് നമ്മൾ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്തു. ഇനി നമുക്ക് ആ ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ബെനിഫിഷ്യറി ലിസ്റ്റ്. അത് നമ്മൾ സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ്. യെസ്, പ്രൊസീഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. അതുപോലെ മറ്റ് 2 ബില്ലുകൾ കൂടി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബില്ലുകളാണ്. ആ ബില്ലുകൾ കൂടി നമ്മൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാ ബില്ലുകളും നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്മാർട്ട് വഴി ബില്ല് റിക്വസിഷൻ നൽകിയ ശേഷം പഞ്ചായത്തിൽ നിന്നും ഓതറൈസ് ചെയ്ത് വന്ന ബില്ല് ട്രഷറിയിലേക്ക് സെൻഡ് ചെയ്യുന്നവരെയുള്ള നടപടിക്രമങ്ങൾ. ഇനി ഈ ബില്ലിൻ്റെയും സ്മാർട്ടിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രൊസീഡിങ്സിൻ്റെയും ഹാർഡ് കോപ്പി പ്രിൻ്റ് എടുത്ത് ആവശ്യമായ വൗച്ചറുകൾ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? ട്രഷറിയിൽ സമർപ്പിക്കണം. അതെങ്ങനെ എന്ന് സാഖ്യ വഴി മുമ്പൊക്കെ ബില്ല് എടുത്തുകൊണ്ടിരുന്ന കാലം തൊട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ വീണ്ടും പറഞ്ഞ് വീഡിയോ കുറച്ചുകൂടി നീട്ടുന്നില്ല. പ്രോജക്റ്റ് യൂണിറ്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ പ്രോജക്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ എത്രയും വേഗം ബജറ്റ് എൻട്രി നടത്തുക. നമ്മൾ തന്നെ നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുക, അവരോട് റിക്വസ്റ്റ് ചെയ്യുക. അവർ അത് ചെയ്തു തരികയാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബഡ്ജറ്റ് എൻട്രി നടത്തി ബില്ലെടുത്ത് ട്രഷറിയിലോ പഞ്ചായത്തിലേക്കുള്ള ബില്ലാണെങ്കിൽ പഞ്ചായത്തിലോ സമർപ്പിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.